കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. കണ്ണൂരിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി കെ.ഒ. ശശിധരൻ ചേരുന്നു. ശശിധരൻ, ഇന്ന് കണ്ണൂരിൽ റെഡ് അലർട്ടാണ്, നാളെയും റെഡ് അലർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. വിവിധയിടങ്ങളിൽ നാശനഷ്ടമുണ്ടായി എന്ന റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അനന്തു, കണ്ണൂർ ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ടും തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലയോര പ്രദേശങ്ങളിൽ മഴ ശക്തമായി തുടരുന്നുണ്ട്. തീരപ്രദേശങ്ങളിൽ മഴയുടെ തീവ്രത കുറവാണ്. ചിലയിടങ്ങളിൽ മഴക്കെടുതിയും അതിരൂക്ഷമാണ്. തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലാണ് മഴക്കെടുതി രൂക്ഷമായിട്ടുള്ളത്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ കാലവർഷക്കെടുതിയിൽ 35-ലേറെ വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. 2 വീടുകൾ ഇതിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മരം കടപഴകി വീണും മണ്ണിടിഞ്ഞുമാണ് മിക്ക വീടുകൾക്കും കേടുപറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ കിണർ ഇടിഞ്ഞ് താഴ്ന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പഴശ്ശി ഡാമിന്റെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 14 എണ്ണം ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. 1.5 മുതൽ 3 മീറ്റർ വരെ ഉയരത്തിലാണ് ഷട്ടറുകൾ ഉയർത്തിയിട്ടുള്ളത്. ഇതേ തുടർന്ന് വളപട്ടണം പുഴയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ ദേശീയപാതയുടെ സർവീസ് റോഡ് ഉൾപ്പെടെ പല റോഡുകളും തകർന്നു കിടക്കുകയാണ്. ഇതേ തുടർന്ന് ഗതാഗത കുരുക്കും പലയിടങ്ങളിലും രൂക്ഷമാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരിക്കുകയാണ് ജില്ലാ കലക്ടർ. അനന്തു, ശരി, വ്യക്തമാണ്. സംസ്ഥാനത്താകെ മഴ തുടരുകയാണ്. കണ്ണൂരിൽ റെഡ് അലർട്ടാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും കെ.ഒ. ശശിധരനാണ് വിശദാംശങ്ങൾ നൽകിയത്.